Hi friends, Anthony Tech Academy's online channel everyone swagam. My name is Vishnuji Ranjit. ഇന്നത്തെ ക്ലാസ്സിൽ 5 മിനിറ്റ് കൊണ്ട് നമ്മൾ കോഡിലൂടെ സെറ്റായി പഠിക്കാനായിട്ട് പോകുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇന്റർനാഷണൽ ബൗണ്ടറീസ് അഥവാ അതിർത്തികൾ, അത് പങ്കിടുന്ന രാജ്യങ്ങൾ. മത്സര പരീക്ഷയിൽ ഇപ്പോൾ സ്ഥിരം ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ വരാറ് മാച്ച് ദ ഫോളോയിങ് പാറ്റേണിലാണ്. ടേബിളില് അതിർത്തികളുടെ പേരുകൾ കൊടുത്തേക്കും, രാജ്യങ്ങളുടെ പേരും വന്നിട്ട് ഓർഡർ ഇല്ലാതെ തെറ്റിച്ച് കൊടുത്തേക്കും. കറക്റ്റ് ആയിട്ടുള്ള അതിർത്തികളും അവ പങ്കിടുന്ന രാജ്യങ്ങളും മാച്ച് ചെയ്യാനായിട്ടായിരിക്കും കൂടുതലും മത്സര പരീക്ഷയിൽ ചോദിക്കാറ്. അതിന് നമുക്ക് കൃത്യമായിട്ട് ഈ അതിർത്തികൾ ഏതൊക്കെ രാജ്യങ്ങളാണ് പങ്കിടുന്നതെന്ന് അറിയണം. അപ്പോ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് തന്നെ സെറ്റ് ചെയ്ത് പഠിക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞങ്ങളുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തോളൂ. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ഞങ്ങൾ ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസിന്റെ ലിങ്കും ടെലഗ്രാം ചാനലിലും ഷെയർ ചെയ്യാറുണ്ട്. അത് മാത്രമല്ല, ഈ ക്ലാസ്സിന്റെയൊക്കെ നോട്ട് വേണം എന്നുണ്ട് എങ്കിൽ നിങ്ങൾ ടെലഗ്രാം ചാനലിൽ ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോ ആഞ്ജനേയ ടെക് അക്കാഡമിക്സിന്റെ ഓൺലൈൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മൈ നെയിം ഈസ് വിഷ്ണുജി രഞ്ജിത്ത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത് ബ്ലൂ ലൈന്. ബ്ലൂ ലൈന് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് അതിർത്തി പങ്കിടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെബനൻ, ഇസ്രായേൽ ആണ്. കോഡിനായിട്ട് ഇങ്ങനെ ഓർത്തോളൂ, ബ്ലൂ ബനാന ഈസ് റിയൽ. ഓക്കെ, ബ്ലൂ ബനാന എന്നാൽ ലെബനൻ, അതുപോലെ ഉച്ചാരണം. ഈസ് റിയൽ എന്നാൽ ഇസ്രായേൽ. കണക്ട് ചെയ്യാലോ. ബ്ലൂ ബനാന ഈസ് റിയൽ, ബനാന പോലത്തെ രാജ്യം ലെബനൻ. ഈസ് റിയൽ എന്നാൽ ഇസ്രായേല്. അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്തോളൂ, ബ്ലൂ ലേസ് എന്ന്. അതിലെ ബ്ലൂ ലേ എന്നാൽ ലെബനൻ ആണ്, ഈസ് എന്നാൽ ഇസ്രായേല്. അപ്പൊ ബ്ലൂ ലൈൻ അതിർത്തി ലെബനൻ, ഇസ്രായേല്. എങ്കിൽ ഓർഡർ നെയ്സ് ലൈന് ജർമ്മനി, പോളണ്ട്. ഒരു ജർമ്മൻ ഷെപ്പേർഡ് നായയോടാണ് ഓർഡർ ചെയ്യുന്നത്. ലാൻഡ് വിട്ട് പോ, ലാൻഡ് വിട്ട് പോന്നാണ് ഓണർ ഓർഡർ ചെയ്യുന്നതെന്ന് ഓർത്തോളൂ. യെസ്, ജർമ്മൻ ഷെപ്പേർഡ് എന്നാൽ ജർമ്മനി എന്നോർത്തോളൂ. ലാൻഡ് വിട്ട് പോ എന്നാൽ പോ ലാൻഡ്, പോ ലാൻഡ് എന്നാണ് പറയുന്നത്. ഓർഡർ ആണ് ചെയ്യുന്നത്. നായ്ക്കളോട് ഓർഡർ ചെയ്യുമല്ലേ. അപ്പൊ ജർമ്മൻ ഷെപ്പേർഡ് ആണ്. ലാൻഡ് വിട്ട് പോ, പോലാൻഡ്, ജർമ്മനി. ഓർഡർ നെയ്സേ ലൈന്. എങ്കിൽ സിഗ്ഫ്രൈഡ് ലൈന്, മാജിനോട്ട് ലൈന് എന്നിവ ജർമ്മനി, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ തമ്മിലാണ് അതിർത്തി പങ്കിടുന്നത്. ഇങ്ങനെ ഓർത്താൽ മതി. ഫുട്ബോളില് ജർമ്മൻ ഫാൻസുകാരുണ്ട്. ജർമ്മൻ ഫാൻസുകാര് അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വിഗ്ഗിയിലെ ഫ്രൈയും മാഗിയും ആണ് എന്ന് ഓർത്തോളൂ. ജർമ്മൻ ഫാൻസുകാർ കളി കാണുമ്പോഴത്തേക്കും അവർ കൂടുതലും ഓർഡർ ചെയ്യുന്നത് സ്വിഗ്ഗിയിലെ ഫ്രൈയും മാഗിയും ആണ്. യെസ്, സ്റ്റിക് ഫ്രൈഡ് ലൈൻ ജർമ്മനി, ഫ്രാൻസ്, അതാണ് ജർമ്മൻ ഫാൻസ്. മാഗി നോട്ട്, അതാണ് മാഗി, ജർമ്മനി, ഫ്രാൻസ്. കണക്ട് ചെയ്യാലോ. എങ്കിൽ കൾസൺ ലൈന് റഷ്യ, പോളണ്ട്. റഷ്യ, പോളണ്ട്. ഓക്കെ, ഒരു സണ്ണ് കാർ ഓടിച്ചുകൊണ്ട് പോവുകയാണ്, അതാണ് കൾസൺ. കാർ ഓടിക്കുന്ന സണ്ണ് കൾസൺ. എവിടെ കൂടെ? വളരെ റഷ് ആയിട്ടുള്ള സ്ഥലത്തുകൂടെ ഒരു ലാൻഡിലേക്കാണ് പോകുന്നതെന്നും ഓർത്തോളൂ. റഷ് എന്നാൽ റഷ്യ, ലാൻഡിലേക്ക് പോകുന്നു എന്നാൽ പോ ലാൻഡ്, പോളണ്ട്. അങ്ങനെ കണക്ട് ചെയ്യാലോ. ഓക്കെ അല്ലേ. എങ്കിൽ മാനർഹെയിം ലൈന് ഫിൻലാൻഡ്, റഷ്യ. മാനർഹെയിം എന്നാൽ അവിടെ ആദ്യം മാൻ ഉണ്ട്. അപ്പോ ഒരു മാനെ കുറച്ച് അധികം മാൻമാരെ ഒരു ലാൻഡിൽ കൊണ്ടുവന്നിട്ട് ഫില്ല് ചെയ്യുകയാണ്, അതാണ് ഫിൻലാൻഡ്. ആ ലാൻഡില് മാൻമാരെ കൂടുതൽ ഇങ്ങനെ ഫില്ല് ചെയ്യുമ്പോഴത്തേക്കും അവിടെ എന്താവും? ഭയങ്കര റഷ് ആവൂല്ലേ, തിരക്കാവും. അതാണ് ഫിൻലാൻഡ്, റഷ്യ. മാനർഹൈം, മാന് ലാൻഡിൽ ഫില്ല് ചെയ്യുമ്പോൾ റഷ്യ ആവും. ഫിൻലാൻഡ്, റഷ്യ. ഓക്കെ അല്ലേ. എങ്കിൽ ഹിൻഡൻബർഗ് ലൈന് ജർമ്മനി, പോളണ്ട്. ഹിൻഡൻബർഗ് ലൈന് ജർമ്മനി, പോളണ്ട്. വീണ്ടും ജർമ്മൻ ഷെപ്പേർഡിനെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടി വരുന്നത്. അത് ഹിഡനായിട്ട് വന്ന് ബർഗർ അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി നോക്കും ജർമ്മൻ ഷെപ്പേർഡ്. അപ്പൊ ഓണർ എന്ത് പറയും? ലാൻഡ് വിട്ട് പോ ലാൻഡ്. വീണ്ടും ഓർഡർ ചെയ്യുമല്ലേ. യെസ്, ഹിൻഡൻബർഗ്. ഹിഡനായിട്ട് വന്ന് ബർഗർ അടിച്ചുകൊണ്ട് പോകാൻ നോക്കിയാൽ ജർമ്മൻ ഷെപ്പേർഡ് പോൾ ആൻഡ് എന്ന് പറയും. ജർമ്മനി, പോലാൻഡ് എന്നാൽ പോളണ്ട്. ഹിൻഡൻബർഗ് ലൈന് ഇങ്ങനെ കണക്ട് ചെയ്യാലോ. എങ്കിൽ പർപ്പിൾ ലൈന് പർപ്പിൾ സാരി ഈസ് റിയൽ എന്ന് ഓർത്തോളൂ. പർപ്പിൾ സാരി എന്നാൽ സിറിയ, ഈസ് റിയൽ എന്നാൽ ഇസ്രായേല്. ബ്ലൂ ബനാന ഈസ് റിയൽ എന്ന് നമ്മൾ ആദ്യം പഠിച്ചു. യെസ്, ബ്ലൂ ബനാന എന്നാൽ ലെബനൻ, ഈസ് റിയൽ എന്നാൽ ഇസ്രായേല്. ഇവിടെ അടുത്ത കളർ പർപ്പിൾ സാരി, ഇസ്രായേല്, സിറിയ, ഇസ്രായേല്. ഓക്കെ അല്ലേ. എങ്കിൽ റാഡ്ക്ലിഫ് ലൈന് ഇന്ത്യ, പാകിസ്ഥാൻ. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ബോർഡറിൽ റെഡ് ലൈഫ് ആണല്ലേ ആൾക്കാർക്ക്, റെഡ് ലൈഫ്. അങ്ങനെ കണക്ട് ചെയ്യാം. അതാണ് റാഡ്ക്ലിഫ് ലൈന്, അതാണ് റെഡ് ലൈഫ് ലൈന് ഇന്ത്യ, പാകിസ്ഥാൻ. എങ്കിൽ ഡ്യൂറന്റ് ലൈന് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. പാകിസ്ഥാന്റെ അഫ്ഗാനിസ്ഥാന്റെ അതിർത്തി ഭയങ്കര ദുരന്തമാണല്ലേ. കൂടുതലും ഈ തീവ്രവാദ ക്യാമ്പുകളൊക്കെയാണ്
അപ്പൊ ഫുള്ള് ദുരന്തമാണ്. താലിബാനെയൊക്കെ വെച്ച് ഓർത്താൽ മതി. അപ്പോ ദുരന്തമായിട്ടുള്ള ലൈന് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ അങ്ങനെ ഓർത്തോളൂ. എങ്കിൽ മക്മോഹൻ ലൈന് ചൈന, ഇന്ത്യ ഇങ്ങനെ കണക്ട് ചെയ്തോളൂ. മിസ്റ്റർ ചൈനീസ് മോഹൻ, അതാണ് മക് മോഹൻ. അതിലെ എം എന്നാൽ മിസ്റ്റർ, സി എന്നാൽ ചൈന. മിസ്റ്റർ ചൈനീസ് മോഹൻ. മോഹൻ ഇന്ത്യക്കാരനും മറ്റത് മിസ്റ്റർ ചൈനീസുമാണ്. ചൈനയും ഇന്ത്യയും തമ്മിലാണ് ബോർഡർ ഷെയർ ചെയ്യുന്നത്. മക്മോഹൻ ലൈന് ചൈന, ഇന്ത്യ. ഓക്കെ അല്ലേ? എങ്കിൽ 20th പാരൽ ലിബിയ, സുഡാൻ ഇങ്ങനെ ഓർത്തോളൂ. 20 വയസ്സുകാരിയായിട്ടുള്ള ലിബിയ ചൂടത്തിയാണ്. 20 വയസ്സ് ചോരത്തിളപ്പുള്ള പ്രായമല്ലേ? യെസ്, 20 വയസ്സുകാരിയായ ലിബിയ ചൂടത്തി. ലിബിയ എന്നാൽ ലിബിയ തന്നെയാണ്, ചൂടത്തി എന്നാൽ സുഡാൻ. എങ്കിൽ 31st പാരല്, 31st എന്നാൽ ആദ്യത്തെ 3 എന്നാൽ 3, മൂന്നാം നാൾ എന്ന് ഓർത്തോളൂ. ഈ ഫസ്റ്റ് 1 എന്നാൽ ഐ പോലെയല്ലേ ഇരിക്കുന്നത്, ആ 1ന് പകരം ഐ എന്നും ഓർത്തോളൂ. മൂന്നാം നാളുകാരായിട്ടുള്ള ഐയിൽ തുടങ്ങുന്ന രാജ്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നതെന്ന് ഓർത്തോളൂ. അതിൽ ആദ്യത്തെ ഐ ഇറാനാണ്, രണ്ടാമത്തെ ഐ ഇറാഖാണ്. സദ്ദാം ഹുസൈന്റെ ഒക്കെ കാലം തൊട്ടേ ഇറാനും ഇറാഖും ഒക്കെ തമ്മിൽ മൂന്നാം നാളുകാരാണ്, പരസ്പരം ചേരത്തില്ല. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്തോളൂ. അത് 3 ആണ്. മൂന്നാം നാളുകാരായിട്ടുള്ള ഐയിൽ തുടങ്ങുന്ന രാജ്യങ്ങൾ ഇറാന്, ഇറാഖ്. ഓക്കെ അല്ലേ? എങ്കിൽ 38th പാരല് നോർത്ത് കൊറിയ, സൗത്ത് കൊറിയ. നോർത്തിലും സൗത്തിലും ഫുള്ള് ചൊറിയാണ്, യൗമാരും ചേരത്തില്ല എന്ന് ഓർത്തോളൂ. പരസ്പരം ചൊറിയുമ്പോഴത്തേക്കും തട്ടിയും മുട്ടിയും ആയിട്ടായിരിക്കും ജീവിതം പോകുന്നത്. അതിൽ തട്ടി എന്നാൽ അത് ഇംഗ്ലീഷിൽ ഓർത്തോളൂ. തട്ടി എന്നാൽ 38 പോലെയല്ലേ ഇരിക്കുന്നത്. തട്ടി എന്നാൽ 38, അഥവാ മുട്ടി എന്നാൽ അതിന്റെ മലയാളം ഓർത്തോളൂ. മുട്ടി 38. അങ്ങനെ കണക്ട് ചെയ്യാലോ. പരസ്പരം ചൊറിയാണ്, തട്ടിയും മുട്ടിയാണ് പോകുന്നത്. തട്ടി എന്നാൽ 38, മുട്ടി എന്നാൽ 38. യെസ്, 38th പാരല് നോർത്ത് കൊറിയ, സൗത്ത് കൊറിയ. എങ്കിൽ 16th പാരലും 17th പാരലും ഇങ്ങനെ ഓർത്തോളൂ. നമ്മൾ 16, 17 വയസ്സിലായിരിക്കും നമ്മൾ ഹൈസ്കൂളിൽ 10ാം ക്ലാസ് ഒക്കെ ഫിനിഷ് ചെയ്ത് പുതിയ സ്കൂളിലോട്ട് പോകുന്നത്. പുതിയ സ്കൂളിലോട്ട് പോകുമ്പോഴത്തേക്കും ആദ്യം സെറ്റ് ആകത്തില്ല. 16ാമത്തെ വയസ്സിലായിരിക്കും +1. അപ്പൊ അത് വെച്ച് ഓർത്താൽ മതി. ആ സമയത്ത് നമ്മുടെ ഉള്ളില് ഭയങ്കര ആഗോള പ്രശ്നങ്ങൾ നടക്കും. കൂടെയുള്ള ആൾക്കാരുമായിട്ടൊന്നും സെറ്റ് ആവത്തില്ല, ആരെയും നമ്പത്തില്ല. അങ്ങനെ ഓർത്തോളൂ. ആഗോള എന്നാൽ അങ്കോള, നമ്പത്തില്ല എന്നാൽ നമീബിയ. 16ാമത്തെ വയസ്സില് മധുര 16 എന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പോ ഫുള്ള് ആഗോള പ്രശ്നമാണ് നമ്മുടെ ഉള്ളില്, ആരെയും നമ്പത്തില്ല. അങ്കോള, നമീബിയ അങ്ങനെ ഓർത്തോളൂ. എങ്കിൽ 17ാമത്തെ വയസ്സിൽ +2 സീനിയർ ആവും. അപ്പൊ സ്കൂളിൽ നമ്മളായിരിക്കും രാജാക്കന്മാർ, ആ രീതിയിൽ ഓർത്തോളൂ. അപ്പൊ നോർത്ത് സൗത്ത് ഓടി നടന്ന് വിറ്റടിച്ച് നടക്കായിരിക്കും. ഫുള്ള് വിറ്റായിരിക്കും. മറ്റേ വാഴ സിനിമയൊക്കെ പോലെ അല്ലേ? വിറ്റല്ല, വിറ്റ് കോമഡി ആയിരിക്കും. അപ്പോ നോർത്ത് വിയറ്റ്നാം, സൗത്ത് വിയറ്റ്നാം, ഫുള്ള് നോർത്ത് സൗത്ത് തെക്ക് വടക്ക് ഓടി നടന്ന് വിറ്റടിച്ച് എനിക്ക് നടക്കുന്നത് 17ാമത്തെ വയസ്സിൽ. 17th പാരല് നോർത്ത് വിയറ്റ്നാം, സൗത്ത് വിയറ്റ്നാം. എങ്കിൽ 25th പാരല് മാലി, മൗറിറ്റാന എന്ന് ഓർത്തോളൂ. 25th എന്നാൽ 25% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4ൽ 1 എന്നല്ലേ പറയുന്നത്. ഒരു മാല 4ൽ 1 മുറിഞ്ഞു പോയി എന്ന് ഓർത്തോളൂ. മാല എന്നാൽ മാലി, മുറിഞ്ഞ എന്നാൽ മൗറിറ്റാനിയ. 4ൽ 1 എന്നാൽ 25. 25th പാരലിൽ അങ്ങനെ കണക്ട് ചെയ്യാലോ. എങ്കിൽ 22nd പാരല് സുഡാൻ, ഈജിപ്ത്. സുഡാൻ, ഈജിപ്ത്. ഈജിപ്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂടുള്ള ഇഞ്ചി കിട്ടും കേട്ടോ. ഇഞ്ചി കിട്ടും. ഇഞ്ചി കാപ്പി എന്നും ഓർത്തോളൂ. ചൂടൻ ഇഞ്ചി ടീ 2 എണ്ണം 2 രൂപ എന്ന് ഓർത്തോളൂ. അങ്ങനെ കണക്ട് ചെയ്തോളൂ. 2 എണ്ണം 2 രൂപ. എന്ത്? നല്ല ചൂട് ഇഞ്ചി ടീ. ചൂട് എന്നാൽ സുഡാൻ, ഇഞ്ചി ടീ എന്നാൽ ഈജിപ്ത്. അങ്ങനെ ഓർക്കാമല്ലോ. എങ്കിൽ അടുത്ത് നോക്കാനുള്ളത് 8 ഡിഗ്രി ചാനല്. ലക്ഷദ്വീപിലെ മിനിക്കോയെയും മാലിഡീവ്സിനെയും തമ്മിൽ വേർതിരിക്കുന്നു. കോഡിനായി ഇങ്ങനെ ഓർത്തോളൂ. മിനിയുടെ മാല 8 ഗ്രാം. 8 ഗ്രാം അല്ലേ ഒരു പവൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്തോളൂ. 8 എന്നാൽ 8 ഗ്രാം എന്ന് വെച്ച് ഓർത്തോളൂ. അത് മിനിയുടെ മാലയാണ്. യെസ്, ലക്ഷദ്വീപിലെ മിനിക്കോയെയും മാലിദ്വീപ്സിനെയും തമ്മിൽ വേർതിരിക്കുന്നു. എങ്കിൽ 9 ഡിഗ്രി ചാനലിലും മിനിക്കോയി ഉണ്ട്. മിനി 9ാം വയസ്സിൽ ലക്ഷാധിപതിയായി എന്ന് ഓർത്തോളൂ. അപ്പൊ 8ലും 9ലും മിനി ഉണ്ട്. മിനി 9ാം വയസ്സിൽ ലക്ഷാധിപതിയായി. യെസ്, മിനിക്കോയെയും ലക്ഷദ്വീപിലെ മറ്റ് ദ്വീപുകളെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് 9 ഡിഗ്രി ചാനല്. എങ്കിൽ 10 ഡിഗ്രി ചാനല് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളെ തമ്മിൽ വേർതിരിക്കുന്നതാണ്. 10 അടിക്കണം എന്നുണ്ടെങ്കിൽ ആൻഡമാൻ നടത്തുന്ന ബാറിൽ പോകണം. ആ മാന്റെ പേരാണ് ആൻഡമാൻ. അദ്ദേഹം നടത്തുന്ന ബാറിൽ പോയാൽ 10 അടിക്കാം. അതാണ് 10 ഡിഗ്രി ചാനല് ആൻഡമാൻ നിക്കോബാർ എന്ന് ഓർത്തോളൂ. 10 അടിച്ചു കഴിഞ്ഞാൽ ഡ്രങ്കൺ ആവുമല്ലേ? ഡ്രങ്കൺ കുടിച്ചുകൊണ്ടായിരിക്കും പാസ് ചെയ്യുന്നത്. യെസ്, ഡങ്കൻ പാസേജ്. ആ വഴി പാസ് ചെയ്യുന്നത് ഏതൊക്കെ മാൻമാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിറ്റിൽ മാനും പിന്നെ ഒരു സൗത്ത് മാനും ആണ് എന്ന് ഓർത്തോളൂ. യെസ്, ലിറ്റിൽ ആൻഡമാന് സൗത്ത് ആൻഡമാനും തമ്മിൽ വേർതിരിക്കുന്നതാണ് ഡങ്കൻ പാസേജ്. 10 അടിച്ചു കഴിഞ്ഞാൽ അപ്പൊ 10 ഡിഗ്രി ചാനല് എന്താണ് ആൻഡമാനെയും നിക്കോബാറിനെയും വേർതിരിക്കുന്നു. ഒരു ബാറിൽ, ഒരു മാന്റെ ബാറിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ 10 അടിക്കാം. അടിക്കുമ്പോഴത്തേക്കും ഫിറ്റ് ആവും. പിന്നെ ഡ്രങ്കൻ പാസേജ് ആണ്. ആരൊക്കെയാണ് അങ്ങനെ പോകുന്നത്? ഒരു ചെറിയ മനുഷ്യനും പിന്നെ ഒരു സൗത്തിൽ നിന്നുള്ള തെക്കിൽ നിന്നുള്ള മനുഷ്യനും. അതാണ് ലിറ്റിൽ ആൻഡമാന്, സൗത്ത് ആൻഡമാന് എന്ന് ഓർത്തോളൂ. എങ്കിൽ പാക് സ്ട്രൈറ്റ് ഇന്ത്യ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളെ തമ്മിൽ
വേർതിരിക്കുന്നതാണ് പാക് സ്ട്രൈറ്റ്. ഇത് പാകിസ്ഥാനുമായിട്ട് ബന്ധമൊന്നുമില്ല കേട്ടോ, എങ്കിലും ഓർത്തോളൂ, ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും പാകിസ്ഥാന്റെയൊക്കെ ട്രൈനാഷണൽ സീരീസ് ഒക്കെ ഓർത്തിട്ടില്ലേ ക്രിക്കറ്റിൽ, അതുപോലെ ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും അതിർത്തിക്കിടയിൽ പാകിസ്ഥാന്റെ പേരുമായിട്ട് സാമ്യമുള്ള പാക് സ്ട്രൈറ്റ് ഉണ്ട് എന്ന് ഓർത്തോളൂ. എങ്കിൽ 49th പാരലില് USA, കാനഡ എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അതിർത്തിയാണ് 49th പാരലില്. പക്ഷെ അത് 50-50 അല്ല, 49-49, 50 1 കുറവാണ്, 49-49 ആണ് എന്ന് ഓർത്തോളൂ. USA, കാനഡ 49th പാരലിൽ ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്യാമല്ലോ. നിങ്ങൾ ക്ലാസ് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, ജോയിൻ ചെയ്തോളൂ. ഇവിടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സിന്റെയും ലിങ്ക് ഞാൻ അവിടെ ഷെയർ ചെയ്യാറുണ്ട്. അത് മാത്രമല്ല, ഈ ക്ലാസ്സിന്റെ ഒക്കെ നോട്ട് വേണം എന്നുണ്ടെങ്കിൽ അവിടെ ചോദിച്ചാൽ മതി. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ദിസ് ഈസ് വിഷ്ണു ജി രഞ്ജിത്ത്. പഠിക്കൂ പഠിക്കൂ പഠിച്ചുകൊണ്ടിരിക്കൂ.